എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളുവോ? ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ. അതങ്ങ് അങ്ങ് കയ്യിലോട്ടങ്ങ് ഈ പറയുന്ന പൈസ. നമസ്കാരം. കൊല്ലം സുധി രണാസുന. ഇന്നത്തെ വീഡിയോ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഈ ഒരു വീഡിയോ ഞാൻ സത്യം പറഞ്ഞാൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചതല്ല. ഇന്നലെ ഇതിനകത്ത് ഈ ഒരു വീഡിയോക്കകത്ത് ഈ പറയുന്ന കൊല്ലം സുധിയുടെ കുറച്ച് വോയിസുകൾ ഉണ്ട്. ഈ പറയുന്ന രണാസുന എന്ന് പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യയുടെ കുറച്ച് വോയിസുകൾ ഉണ്ട്. അതായത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇന്നലെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോക്കകത്ത് സീക്രട്ട് ഏജന്റ് ലാസ്റ്റ് പോർഷനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി പലരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാഷുകൾ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് കൊല്ലം സുധി കൂട്ടുപിടിച്ചത് മറ്റാരെയുമല്ല, ഈ പറയുന്ന സ്വന്തം ഭാര്യയായ നിലവിൽ കൂടെ ഉള്ള രണാസുന എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഇവരാണ് ഈ പറയുന്ന എന്ത് ചെയ്തു മറ്റൊരിടത്ത് ക്യാഷ് വാങ്ങുന്നത് എന്നുള്ളത്. അതിന്റെ കുറച്ച് വോയിസ്, അതായത് ഈ പറയുന്ന രണാസുന ക്യാഷ് ചോദിക്കുന്ന വോയിസ്, ക്യാഷ് കിട്ടാതാകുമ്പോൾ അവരുടെ അടുത്ത് റൈസ് ആവുന്ന വോയിസ് ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഒരിക്കൽ കൂടി പറയുന്നു, എനിക്കിപ്പം മരിച്ചുപോയ ഒരു കലാകാരനാണ് ഈ കൊല്ലം സുധി. ആ പുള്ളിയുടെ കുറച്ച് പിന്നെ എന്താ പറയാ, കുറച്ച് ദുഷ്ടതകൾ പറയുന്നത് വലിയ താല്പര്യമില്ലാത്ത ഒരു കേസാണ്. പക്ഷെ മരിച്ചു പോയി എങ്കിൽ കൂടിയും ഈ പറയുന്ന സത്യം നമുക്ക് എന്തായാലും അറിഞ്ഞേ പറ്റുള്ളൂ. സത്യം സത്യം തന്നെയാണ്. അത് മരിച്ചു പോയാലും ജീവിച്ചിരിപ്പുണ്ടും സത്യം സത്യം തന്നെയാണ്. ഈ ഒരു സത്യം പുറത്തു കൊണ്ടുവരാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രണാസുനയുടെ ഈ അഹങ്കാരവും ഈ എടുത്തുചാട്ടവും ഈ മുഖത്തടിച്ച പോലുള്ള സംസാരവും ഒക്കെയാണ് ഇന്ന് ഇപ്പൊ മരിച്ചുപോയ കൊല്ലം സുധി മരിച്ചു പോയതിനു ശേഷവും വീണ്ടും ഇങ്ങനെ കിടന്ന് ഈ ഒരു അപമാനിതരാവാനുള്ള കാരണം. ഞാൻ പറയും 99% ഈ പറയുന്ന ഈ ഒരു ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഈ രണാസുനയുടെ പിന്നീട് വോയിസുകളും അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റവും പറയും. മനസ്സിലായോ? അതായത് എനിക്കൊരു ഈ വീഡിയോ കിട്ടാനുള്ള കാരണം, ഞാനൊരു ഫേസ്ബുക്കിൽ എന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ്. കമന്റിൽ പിൻ ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഒന്ന് കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്നത്. എനിക്ക് തോന്നുന്നു ഇത് കൊല്ലം സുധി മരിക്കുന്നതിന് മുമ്പേ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിനകത്ത് ഞാനിത് വെക്കാൻ കാരണം, ഈ പറയുന്ന രണാസുനയുടെ കുറച്ച് വോയിസുകൾ ഉണ്ട് ഇതിനകത്ത്. എന്താണ് രണാസുന എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിനകത്തുനിന്ന് മനസ്സിലാവും. നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടു നോക്കാം. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാവേ. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ആ ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് പറഞ്ഞേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. ഓക്കെ, ഇവിടെ പറയുന്നത് അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അഖില എന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യയ്ക്ക് താങ്കളോട് സംസാരിക്കാൻ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രണാസുനയുടെ കൊടുക്കുന്നു. രണാസുന കാര്യം പറയുന്നു. അതായത് നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഈ പറയുന്ന രണാസുന വന്നതിന്റെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിനുശേഷമാണ് ഇത് സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ട്. അവിടെ രണാസുന എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യണം, നിങ്ങൾ കൊസു TV മറ്റേ അത് കാണണം, വളരെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഞാൻ രണാസുനയെ ഒരിക്കലും കുറ്റം പറയത്തില്ല. ഈ പറഞ്ഞ കൊല്ലം സുധി ഈ പറഞ്ഞ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഭാര്യയും കൂടി ഇതിനകത്ത് പെടുത്തിയതായിരിക്കാം. ഈ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ സമയത്ത് ചിലപ്പോൾ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സങ്കടങ്ങൾ ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കേൾക്കും എന്നറിഞ്ഞുകൊണ്ട് ഭാര്യയെ കൊണ്ട് പറയിച്ചതായിരിക്കാം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പം ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചാലേ അറിയാവൂ. ആ സമയത്ത് പറഞ്ഞതായിരിക്കാം. ഞാൻ ഇവിടെ കുറ്റം പറയുന്നത് ഇനി അങ്ങോട്ടുള്ളതാണ് വിഷയം. നിങ്ങൾ വിചാരിക്കും ഞാനെന്തിനാണ് ഇപ്പൊ ഈ സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചെന്ന്, ഭാര്യയാണെന്ന് പറയുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ട്. കാരണം ഇതേപോലെ തന്നെ ഒരു വോയിസ് നോട്ടിൽ പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്നൊരു പോർഷൻ ഉണ്ട്, അതൊന്ന് കേൾക്കണം കേട്ടോ. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട്
പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എൻ്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു തന്നാണ്. ഞാൻ കുറച്ചൊന്ന് ഓടിച്ചു വിടാം. ഇത് മറ്റൊന്നല്ല, ഇത് സംഭവം പറഞ്ഞു കഴിഞ്ഞാല് ഇത് സുധിയുടെ വോയിസ് ആണ്. സുധി പറയുന്നത് ഈ ഗൾഫിൽ നിന്നൊക്കെ പലരും ക്യാഷ് അയച്ചു കൂടും, നിങ്ങൾ എന്തുകൊണ്ട് താമസിച്ചു, നിങ്ങൾ എന്നെ പിന്നീട് എന്ത് ചെയ്യുന്നു, അപമാനിക്കുന്നു എന്നുള്ള തരത്തിലാണ്. കടം വാങ്ങിച്ച പൈസ തിരിച്ചു ചോദിക്കുന്നില്ല, ക്യാഷ് ചോദിച്ചവൻ ഇട്ടുകൊടുക്കാൻ താമസിച്ചപ്പോൾ പറഞ്ഞ വാക്കുകളാണ്. ബാക്കി ശരിയാണോ ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട്. അഖിലേ, ഞാൻ അംജിത്താണോ? ഇതാരാ? കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചി? ഇത് അംജിത്താണോ അഭിജിത്താണോ ആരാന്നല്ല. അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ പറഞ്ഞ വൈഫ് ഉൾപ്പെടെ സന്തോഷത്തോടും സ്നേഹത്തോടും പറയുന്നുണ്ട് പൈസ അയച്ചോ, ചേട്ടന് ഇല്ലായ്മകൾ കൊണ്ടാണ് കാര്യങ്ങളാണെന്ന് സംസാരിച്ചുകൊണ്ടാണ്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആൾക്കാരോട് ഈ പറയുന്ന വൈഫ് എന്ത് ചെയ്തു, പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് അഭിജിത്താണോ അംജിത്താണോ എന്നുള്ള കേസ്. ഞാനൊരു വളരെ സത്യസന്ധമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ ഒരു വിഷയങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതായത് കൊല്ലം സുധി മരിക്കുന്നതിന് മുമ്പ്, ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രം വരുന്നതിന് മുമ്പ് ഒക്കെ നമുക്ക് പരിചയമുള്ള ഒരു ഫിലിം ഫീൽഡിലുള്ള പിന്നെ ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മേഡം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു ഇതുപോലെ കൊല്ലം സുധിക്ക് കൊടുത്ത ക്യാഷ്. അപ്പൊ ഞാൻ കൊല്ലം സുധിയായിട്ട് നമുക്ക് കൊല്ലം സുധിയെ അറിയത്തില്ല, ഇങ്ങനെ ചെറിയ ഒരു സാധനം ഇങ്ങനെ ചെയ്യുന്നു, ഈ ഒരു വിഷയമോ വിവാദമോ കടമോ അങ്ങനെയൊന്നും. ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര രൂപ കൊടുത്തിട്ട് പിന്നെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, തരുന്നില്ല, ഇപ്പൊ തരാം എന്ന് പറഞ്ഞത് പലയിടത്തായിട്ടും ക്യാഷ് വാങ്ങിച്ചിട്ട് അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു 2-3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞു. അതിന് ശേഷമാണ് ഈ പറയുന്ന സുധിയുടെ അപകടവും ഇപ്പൊ സുധി ഇങ്ങനെയൊക്കെ ഇതാവുന്നത്. പോട്ടെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ബാക്കി ഈ പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി, അതായത് ഫാമിലിയോട് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്. മകളെ, ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ്. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം. നല്ല ടെൻഷനായിരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. നിങ്ങളുടെ ക്യാഷ് വന്നാലേ ഞാൻ ഉറങ്ങത്തുള്ളൂ, ഞാനും ഭാര്യയും വെയിറ്റ് ചെയ്യും. ഇവിടെ എല്ലാത്തിനും സുധി ഭാര്യയെ കൂട്ടുപിടിക്കുന്നു. അതായത് ആരോ ക്യാഷ് കൊടുക്കാന്ന് പറഞ്ഞു, 2 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുമെന്ന് സുധി വിളിച്ച് പറയാണ്. എന്താണ്, എനിക്ക് 2 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യുമ്പോൾ എന്റെ പണി പാളും. കാരണം ഇത് നമ്മൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ചോദിക്കുന്നതിൽ പ്രശ്നം. പക്ഷെ ഇത് ഈ വാങ്ങുന്നതെല്ലാം ദൂർത്തടിക്കാനും അല്ലെങ്കിൽ ആർഭാട ജീവിതത്തിനുമാണ് എന്നറിയുമ്പോഴാണ് നമ്മളിവിടെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും നമുക്കിവിടെ ഈ ഒരു വോയിസ് ഇടണമെന്നോ ഈ സുധിയെ അപമാനിക്കണമെന്നോ. പക്ഷെ സത്യം എന്താണ്, റിയാലിറ്റി എന്താണ്, ട്രൂ എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ. ഇത് നഷ്ടപ്പെട്ടവര് പലവരായിട്ടോ ക്യാഷ് കൊടുത്തിട്ടുണ്ട്. അവരാരും ഈ പറഞ്ഞതുപോലെ വെട്ടിക്കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ രാവിലെ അയച്ചവർ വീടിന്റെ ഫ്രണ്ടിലേക്ക് നിന്ന് കിട്ടിയ പൈസ അവരും അധ്വാനിച്ച് അവരും എന്താ പറഞ്ഞ ഈ വിയർപ്പ് നീരാക്കി ഉണ്ടാക്കിയ പൈസകളാണ്. മനസ്സിലായോ? അവരൊരു വിശ്വാസത്തിന്റെ പുറത്തിൽ കൊടുത്ത് പിന്നെ അത് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നത്. ഓക്കെ, കേട്ടില്ലേ? അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ. നിരന്തരമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ 10-200 വോയിസ് നോട്ടിന് മേലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും. ഇരന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലയിടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. ഇതെല്ലാം ഇപ്പം തരാം, നാളെ തരാം, അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത്. സുധി, അതൊക്കെ കുറച്ച് ഓവറാണ്. നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു. നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. നേരം നിന്റെ പുള്ളി പറയുന്നത് ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന്, 1-2 പൈസ ലക്ഷങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതും പുള്ളിക്ക് ആഹാരം കഴിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷെ അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരം കഴിക്കാൻ താങ്കളുടെ ദുർനടപ്പിന് വേണ്ടിയിട്ടാണ്. അതായത് നമുക്കറിയാലോ, സുധി നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളായിരുന്നു.
സുധിക്ക് എത്രമാത്രം കടം എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയത്തില്ല. 2-3 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല ഇത് എവിടെയാണ് പോകുന്നത്. എത്ര പിന്നെ മദ്യപിച്ചാലും സ്റ്റാർ മാജിക് പോലുള്ള വേദിയിൽ നിരന്തരം ഒരു സാന്നിധ്യമാവുകയും അവിടെ നിന്ന് നല്ല കാശ് കിട്ടും അത്യാവശ്യം. അതൊന്നും തികയാത്ത രീതിയിലുള്ള മദ്യപാനം, അല്ലെങ്കിൽ അത് തികയാത്ത രീതിയിലുള്ള ചിലവ് എന്താണ് സുധിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ചെറിയ ഊഹമുണ്ട്, അതിവിടെ പറയാനും പറ്റത്തില്ല. കാര്യമാണ്. നീ 2 കെട്ടിയോ 3 കെട്ടിയോ 10 കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് തൊട്ട് വൈകിട്ട് വരെ വെള്ളം അടിച്ച് നടക്കുന്നൊന്നും കുഴപ്പമില്ല. പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറയുന്നത്. അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടിയൊക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട്. അതും കേട്ടു നോക്കാം നമുക്ക്. എടാ നീയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്ത നീ എന്നാവർത്ത നീ ആര ചേച്ചി വളരെ ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു അപ്പം രണാസുന സ്വന്തം ഭർത്താവ് പറഞ്ഞ രീതിയിൽ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പൈസ കടം തരണമെന്ന് ചോദിച്ചതിൽ ശരി, അപ്പോഴത്തെ അവരുടെ മാനസിക അവസ്ഥയിൽ അവരുടെ അവസ്ഥ അനുസരിച്ച് നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് സത്യമാണ്, അത് നമുക്ക് അംഗീകരിക്കും. പക്ഷെ ഇവിടെ ക്യാഷ് കൊടുത്തവൻ തിരിച്ചു ചോദിക്കുമ്പോൾ പറയുന്നതാണ്. ഇതാണ് ഇപ്പോ രണാസുന കാണിച്ചുകൊണ്ടിരിക്കുന്ന അഹങ്കാരം. ക്യാഷ് അതായത് വാങ്ങിച്ചു, ഇപ്പോ നമ്മൾ വീട് വെച്ച് തന്നതാവട്ടെ, സ്ഥലം കൊടുത്തവനായിക്കോട്ടെ, എന്തായാലും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്തിട്ട് പിന്നെ അവർക്ക് എന്ത് ചെയ്യും, അവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അവർ നന്ദികേട് കാണിക്കുന്നതിന്റെ ഒരു ഉദാഹരണമാണിത്. പിന്നെ അവർ ക്യാഷ് ചോദിക്കുമ്പോൾ അവൻ നികൃഷ്ട ജീവിയായി, അവൻ പിന്നെ ശത്രുവായി, പിന്നെ അവനെ കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റൂ അത്രയും അപരാധങ്ങൾ പറയുക. ഇതുകൊണ്ടാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ലോകം മൊത്തം താങ്കൾക്ക് ഒരു വെറുപ്പുണ്ടാക്കുന്നത് എന്ന് ആദ്യം രണാസുന മനസ്സിലാക്കുക. ബാക്കി ചൂടിലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കാശ് തിരിച്ചു ചോദിച്ചു പോയല്ലോ. എടാ അംജിത്തെ എന്നും കുന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയേ ഉള്ളൂ, അതങ്ങ് ഞങ്ങൾ കയ്യിലോട്ടങ്ങ് ഈ പറയുന്ന പൈസ മനസ്സിലായോ? ഇതാണ് ആ ടൂൺ, ഇതാണ് അവരുടെ ആ ഒരു സംസ്കാരം. ഏതോ ഒരു പെണ്ണിന് 10-14,000 രൂപ കൊടുക്കാനുണ്ട്, നമ്മളെന്നും ഇങ്ങനെ കിടക്കത്തില്ല, നമുക്ക് ക്യാഷ് വരുമ്പോൾ നമ്മൾ അവർക്ക് അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. ഈ ഒരു അഹങ്കാരം മനസ്സിലാവില്ല. പൈസ വാങ്ങാൻ സമയത്ത് പിന്നെ സുധി പറഞ്ഞിട്ടുണ്ട് വളരെ കഷ്ടപ്പാടാണ്, ഞാനും ഭാര്യയും ഈ പൈസക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ക്യാഷ് വാങ്ങിയിട്ട് ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവര് കാണിക്കുന്ന നന്ദികേടാണ്. ഇത് തന്നെയാണ് ഇവിടെ സ്ഥലം കൊടുത്ത ഫാദറിന് കിട്ടിയതും ഇവിടെ വീട് വെച്ച് കൊടുത്ത ഫിറോസിന് കിട്ടിയതും. ആരൊക്കെ ഇവരെ സഹായിച്ചിട്ടുണ്ടോ, ഈ മറുനാടൻ 1,19,000 കൊടുത്ത മറുനാടനൊക്കെ കിട്ടുന്നത് ഈ ഒരു നന്ദികേടാണ്. അത് തന്നെയാണ്, അത് തുടക്കമേ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ ആ ഒരു കയറ്റം വരെ ബിഗ് ബോസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അവർക്കും ഈ ഒരു നന്ദികേട് പ്രതീക്ഷിക്കാം. അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ചെയ്യണമെങ്കിൽ ബിഗ് ബോസിന് വെളിയിറങ്ങി തെറി വിളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അല്ല, ജസ്റ്റ് ഫോണിൽ പറയുന്നതാണ്. ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തും ഇദ്ദേഹം പറയുന്ന ചില നല്ല വാക്കുകളുണ്ട്. അതായത് അവസാനം ഇതാകുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട്. കാരണം എനിക്ക് ഇത് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യമില്ല. കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ 10 പേരെങ്കിൽ 10 പേര് ഇനി ചതിക്കുഴി പോയി ചാടരുതെന്നുള്ള ഉദ്ദേശമുള്ളൂ. അവസാനമായിട്ട് ഒരു വോയിസ് നോട്ട് കൂടി കേൾപ്പിച്ചു തരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇങ്ങെടുത്താ അത് ഞാൻ ആദ്യം മേടിക്കാം, എന്നിട്ട് ഞാൻ നിനക്കുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. പക്ഷെ നീ എൻ്റെ അടുത്ത് ഈ 3-4 ദിവസമായിട്ട് കാണിച്ച ഊമ്പിത്തരത്തിന് നിന്റെ അടുത്ത് ദൈവം ചോദിച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ അങ്ങോട്ടുള്ള പണി ഇങ്ങോട്ടുള്ള പണിയൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം കേട്ടോ. ആദ്യം നീ ഇങ്ങോട്ട് പണിതാ, എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ. ഈ കാണിക്കണതുണ്ടല്ലോ, ആര് പറഞ്ഞിട്ടാണല്ലോ ശരി, ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റാണ് ഞാൻ. എൻ്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ, നീ എന്നെ കൊല്ലം കൂതിന്ന് വിളിച്ചോ കേട്ടോ. അപ്പൊ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച നല്ലവരെ ചേച്ചി അവസാനം പൈസ തിരിച്ചു ചോദിക്കാൻ തുടങ്ങുമ്പോൾ ചേച്ചിയുടെ ടോണും മാറിയിട്ടുണ്ട്. അത് വന്ന് സബിനാണേലും ആരാണേലും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പൈസ കൊടുത്തതും കാറ് കൊടുത്തതും ഒക്കെ സുധിച്ചേട്ടൻ സെലിബ്രേറ്റ് ചെയ്യാ? പുള്ളിയുടെ കയ്യിൽ ഈ 1 വർഷമായിട്ട് ഇത്ര ബുദ്ധിമുട്ടാ, അതൊന്നും അറിയാൻ നിങ്ങൾ വന്ന് തല വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്നോട് എന്തിനാ പറഞ്ഞത്? കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. മനസ്സിലായോ? സുധിച്ചേട്ടൻ സെലിബ്രിറ്റിയാണ്, കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ കൊണ്ട് തല വെച്ച് കൊടുത്തിട്ട് എന്നോടാണോ പൈസ ചോദിക്കാനുള്ളത്? നമുക്ക് തൊട്ട് മുമ്പ് നമ്മൾ കേട്ടു സുധി ഈ പറയുന്ന ഭാര്യയെ കൊണ്ട് തന്നെയാണ് ക്യാഷ് ചോദിപ്പിക്കുന്നത് എന്നുള്ളത്. അതായത് ഒരാളടുത്ത് ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ വിനീതയായി വളരെ താഴ്ന്നു വീണ് കേണപേക്ഷിച്ച് ക്യാഷ് എങ്ങനെയെങ്കിലും കൈക്കലാക്കുക, വാങ്ങുക. അത് എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടോ പറഞ്ഞ് കൊച്ചിന് അസുഖമാണെന്നോ അല്ലെങ്കിൽ അച്ഛന് ഹോസ്പിറ്റലാണെന്നോ എന്നൊക്കെ പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് ക്യാഷ് വാങ്ങുക. ക്യാഷ് വാങ്ങിച്ചെല്ലാം അടിച്ച് ദൂർത്തടിച്ച് കളയുക. അതിനുശേഷം അവർ ആ ക്യാഷ് തിരിച്ചു ചോദിക്കുമ്പോൾ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട് ആയിരിക്കുമല്ലോ തന്നിരുന്നത്, അല്ലാതെ വേറെ ആരും തരത്തില്ലല്ലോ.
നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട്, നിങ്ങളോടുള്ള വിശ്വാസം കൊണ്ട്, തിരിച്ചു കിട്ടും എന്നുള്ള വിശ്വാസം കൊണ്ട് തന്ന പൈസ അവർക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പറയുന്നതാണ്, എന്റെ അടുത്ത് ചോദിച്ചിട്ടാണോ നീ കൊടുത്തത്? മനസ്സിലായോ? മറ്റേ പുള്ളി പറയുന്ന കണ്ടല്ലോ, നീ എന്നെ വേണമെങ്കിൽ കൊല്ലം സുധി എന്നല്ല കൊല്ലം ഇതെന്ന് വിളിച്ചോ, നീ ചെയ്യാനുള്ള ബാക്കി ഞാൻ ചെയ്യും. അതേ ഒരു രീതി തന്നെയാണ് ഇപ്പോ ഈ പറയുന്ന രണാസുന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദികേടുകളാണ് അത്. നന്ദികേട് ഇപ്പൊ തുടങ്ങിയതല്ല എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഈ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. നന്ദികേട് ജന്മനായുണ്ട്. നന്ദികേട് അതായത് കൈ നീട്ടി കാല് പിടിച്ച് കേണപേക്ഷിച്ച് കാല് വരെ നക്കി അവരെ എന്തൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് അതിനുശേഷം തിരിച്ച് അവരെ തന്നെ കുത്തിപ്പറയുക, അവരെ തന്നെ അപമാനിക്കുക. അത് അവരുടെ ബേസിക് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ്. അതിപ്പോ നമ്മൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മളിപ്പം കണ്ടിട്ടുണ്ട്. ഈ ഇത്രയും ഉദാഹരണങ്ങളും ഇത്രയും വോയിസും കേട്ടിട്ട് പോലും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്ത ആ പാപം എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് പറയുന്നവർ ഒരുപാടാണ്. അവരോട് എനിക്കൊന്നും പറയാനില്ല. അവരെപ്പോഴും ഞാൻ പറയുന്നു, അവർ ജീവിക്കണ്ടെന്നോ അവരെ റീല് ചെയ്യണ്ടെന്നോ അവരെ കുടുംബം പോറ്റുണ്ടെന്നോ ഒരു യൂട്യൂബേഴ്സും പറഞ്ഞതായിട്ട് എന്റെ അമ്മയാണ് ഞാൻ കേട്ടിട്ടില്ല. ഈ അഹങ്കാരം പറച്ചിലും ഈ പറയുന്ന നന്ദികേടും ഈ കള്ളം പറച്ചിലും ഒക്കെ ഒന്ന് നിർത്തി താങ്കളുടെ ജോലിയായിട്ട് മുന്നോട്ട് പോവുക. ആരും ഒന്നും പറയില്ല. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കും, ബൈറ്റ് കൊടുക്കുന്നത് നിർത്തു. താങ്കൾ സേഫ് ആയിട്ട് പോകും. എനിക്ക് ഇത്രേ പറയുള്ളൂ. താങ്കൾ ഈ ഓൺലൈൻ മീഡിയയിൽ വന്ന് അഹങ്കാരം പറയും, നുണകൾ വിളിച്ചു പറയും ഒക്കെ ചെയ്യുമ്പോൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, പ്രതികരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തു. നമുക്ക് വേണ്ടി കാണാം. ജയ് ഹിന്ദ്.